ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഓരോ പരിസ്ഥിതി ദിനത്തിലും നട്ടത് എത്രയെത്ര വൃക്ഷങ്ങൾ. അവയൊക്കെ പരിപാലിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളമൊട്ടാകെ വനമായനെ. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിക്കായി മുന്നോട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ പരിസ്ഥിതിയെ ഇനി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കൂ. ഓരോ പരിസ്ഥിതി ദിനത്തിലും സർക്കാരും സംഘടനകളും നടുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം എടുത്താൽ ഇന്ന് കേരളം വനഭൂമിയായേനെ. ജൂൺ 5 കൊട്ടിഘോഷിച്ച് നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ആവേശം ഒരു രാത്രിയുടെ ഇളവേളയിൽ കെട്ടടങ്ങും. പിന്നെയും നമ്മൾ ആഗോളതാപനത്തെ കുറ്റം പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കും. ലോകം ആഗോളതാപനത്തിന്റെ തോത് കുറയ്ക്കാൻ വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഹരിതഭൂമിയായ കേരളവും വനവൽക്കരണത്തിന്റെ ആവശ്യകതയെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ അത് ലോക പരിസ്ഥിതി ദിനത്തിൽ മാത്രമായി ചുരുങ്ങുന്നു എന്ന് മാത്രം. ഓരോ വർഷവും മണ്ണിൽ കുഴിച്ചിടുന്ന തൈകളെ പരിപാലിച്ച് വൃക്ഷമാക്കി മാറ്റാൻ ശ്രമിക്കാറില്ല. എന്നാൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നമ്മൾ തയ്യാറാകില്ല. ഓരോ പരിസ്ഥിതി ദിനത്തിലും നടുന്ന ലക്ഷക്കണക്കിന് തൈകളുടെ 10% മാത്രമാണ് പച്ചപ്പണിയിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരളത്തിന് ലോകം പേര് ചാർത്തി തന്നത് ഇവിടുത്തെ പച്ചപ്പും അനുഗ്രഹീതമായ ജലാശയ സമ്പത്തുമാണ്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.